Renaissance and historiography. The world history was divided into three periods: ancient, medieval, and modern period. Ancient period is up to 5th century. 5th century to 15th century medieval period, and after 15th century, that is after the capturing of Constantinople by the Ottoman Turks, that arises a new period, that is modern period. അതായത് വേൾഡ് ഹിസ്റ്ററിനെ, ലോക ചരിത്രത്തിനെ 3 ഭാഗങ്ങളായി 3 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം. പുരാതന കാലം 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. അതായത് ഇപ്പോൾ ചരിത്രം തുടങ്ങിയോ അത് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. 5-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയിൽ വരുന്ന കാലഘട്ടമാണ് മധ്യ കാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തത് മോഡേൺ പീരീഡാണ്. അത് 15th സെഞ്ചുറിക്ക് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ ഒട്ടോമൻ തുർക്കികൾ ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷം വരുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഇങ്ങനെ ചരിത്രത്തിനെ തരംതിരിച്ചിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ് ആണ്, ഫ്ലാവിയോ ബിയാൻഡോ ആൻഡ് ലിയനാർഡോ ബ്രൂണി. ഫ്ലാവിയോ ബിയാൻഡോ ആൻഡ് ലിയനാർഡോ ബ്രൂണി, ഇവർ 2 പേരുമാണ് ഇറ്റാലിയൻ ചരിത്രകാരന്മാരാണ് ഈ കാറ്റഗറിയിൽ ഹിസ്റ്റോറിയോഗ്രാഫിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, വേൾഡ് ഹിസ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.